ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ, വർത്താനം? സുഖം തന്നെയല്ല എല്ലാവർക്കും? നമുക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. നമ്മളിവിടെ ഒരു പുതിന ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് കരുതിങ്ങാണ്ട് ഇതാ ഈ 3 തക്കാളിയും ഇത്രയും ഉള്ളിയും വെളുത്തുള്ളി, അതിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു 4 പച്ചമുളകും. അപ്പോൾ അതന്ന് നിങ്ങളിതൊന്നാണ് കണ്ടു നോക്കി. ഇതാണ് കേട്ടോ ഇഞ്ചി കഷ്ണം. അത് നല്ലോണം ചെറുതാക്കിയിട്ട് അരിഞ്ഞതാണ്. ഇനി ഉള്ളിയും തക്കാളിയും അതും ഒന്നും അരിയുക. ഇത്രയും ഉള്ളിയും വെളുത്തുള്ളിയും ഇതാ ആണ് വാട്ടിങ്ങാണ്ടേ ചെറിയൊരു കഷ്ണം പുളി ഇടണം കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പം കൂട്ടാൻ ടേസ്റ്റാണ്. ഇഡ്ഡലിയും ദോശയൊക്കെ ആകുമ്പോൾ അതിക്കും ടേസ്റ്റാണ്. പുതിനത് നമ്മൾ പെരുന്നാളിന് വാങ്ങിയത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ അവിടെ വെച്ചാൽ അങ്ങനെ കേടരും. അപ്പോൾ ഇങ്ങനെ കാട്ടിയാൽ നമുക്ക് മാവുണ്ട്. അപ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെ ചുട്ടാൽ അതിൻ്റെ കൂടെ തിന്നാൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ചോറിനൊക്കെ അതും കൂട്ടാനൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്നിട്ട് വാടണം, ഒരു ചുവന്ന കളറ് അതിൻ്റെ ശേഷം ആ പുതിന അതിക്കൊന്ന് ഇട്ടുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇక തക്കാളിയും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇതാ പുളി നോക്കുകയാണെങ്കിൽ ഇത്ര പുളി ആയിക്കിടണം കേട്ടോ. കൂടുതൽ പുളി വേണ്ട, കുറച്ച് ഒരു ചെറിയൊരു പുളി രസത്തിന്. അതിപ്പോൾ പുതിനേൻ്റെ ഇല കുറച്ചുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയും കുറച്ച് കൂട്ടിയിട്ടിരിക്കണത്. എല്ലാവർക്കും പാടെ എത്തൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും തക്കാളിയാണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ പുതിനേൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റുമാണ്. അതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുത്താലേ. ഉള്ളിയും തക്കാളിയും കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ പച്ച കളറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും, കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പോൾ ഈ തക്കാളി ഉള്ളിയും കൂടുതലുള്ളതുകൊണ്ട് ആ പച്ച കളറുണ്ട് വരില്ല. ഇതാ ഈ പുളി ആയിക്കാണ്ട് ഇടുക കേട്ടോ. നമ്മൾ കഴുകി വെച്ച പുതിന ആയിക്കാണ്ട് ഇടുക. ഇതാ 2 മല്ലിച്ചപ്പിൻ്റെ ഉണ്ടായിരുന്നു, അത് ആയിക്കാണ്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ അത് ഇട്ട് കരുതിയിട്ട് ടേസ്റ്റ് മാറൊന്നുമില്ല. ഇതേമാതിരി തന്നെ മല്ലിച്ചപ്പിൻ്റെ അരക്ക ഇതേമാതിരി തന്നെ. പക്ഷെ തക്കാളി കൂടുതലിടരുത്. ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് ചട്നി കൂടുതൽ വേണമെന്ന് കരുതിങ്ങാണ്ട് അതിക്ക് തക്കാളിയും ഉള്ളിയും കൂട്ടി വെച്ചതാണ് കേട്ടോ. അതിലിട്ടാണ്ട് കൂടുതൽ വാടാനും ഇളക്കാനൊന്നും നിൽക്കണ്ട. അത് ഇങ്ങോട്ട് ഓഫാക്കാം. അപ്പോൾ അതാ മക്കളെ, എന്നും പറയണ മാതിരി തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യോണ്ടി മക്കളെ. അപ്പോൾ അതാ അരച്ച് കൊടുത്തിങ്ങനെ കളറ് മാറിയിരിക്കുകയാണ് കേട്ടോ. ആ തക്കാളി ഉള്ളതുകൊണ്ടേ, തക്കാളി കൂടുതലുള്ളതുകൊണ്ട് കളറ് ചൊറുക്കുള്ള കളറൊന്നും കിട്ടിയിട്ടില്ല. ഒരു പച്ച കളറ് നല്ല ചൊറുക്കുണ്ടാവും. പക്ഷേ ഉള്ളിയും തക്കാളിയും കൂടുതലുള്ളതുകൊണ്ട് ആ ചൊറുക്കിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഇതിക്കണ്ട് കടുർത്തും കണ്ടുകൊണ്ട് ഒഴിച്ചാണ്. കടുർത്തും കണ്ടുകൊണ്ട് അതിക്ക് ഒഴിച്ചാൽ മതി. തിളപ്പിച്ചേണ്ട ആവശ്യമില്ല കേട്ടോ. തിളപ്പിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറുമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.